അത് കഴിഞ്ഞാണ് ആസി ശിവയെ കാണുന്നത്. കുറെ നാളുകൾക്ക് ശേഷമാണ് അതും മാളിൽ വെച്ച്. ആരുടെയോ ഉറക്കെയുള്ള കരച്ചിൽ കേട്ടാണ് ആസി ആ ഭാഗത്തേക്ക് നോക്കിയത്. ഒരുപാട് ആളുകൾ കൂടി നോക്കുന്നുണ്ട്. അവൻ വേഗം അവിടേക്ക് ഓടിച്ചെന്നു. അവൻ ആളുകളെ തള്ളി നീക്കി ആസി മുന്നിലേക്ക് ചെന്നു. അവിടെ കണ്ട കാഴ്ച ആസിയുടെ രക്തം തിളച്ചു. ഒരുത്തൻ ശിവയുടെ മുടിയിൽ കുത്തി പിടിച്ച് അവന്റെ മുഖത്തേക്ക് അടുപ്പിക്കുന്നു. മേഘ അയാളെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട്. അവൻ മേഘയെ പിടിച്ച് തള്ളിയതും അവൾ നിലത്തേക്ക് തെറിച്ചു വീണു. ആളുകളെല്ലാം നോക്കി നിൽക്കുന്നത് കണ്ട് ആസിക്ക് ദേഷ്യം കയറി. അവൻ കൂടി നിൽക്കുന്നവരെയെല്ലാം ദേഷ്യത്തോടെ നോക്കി. ശിവയെ പിടിച്ചു നിൽക്കുന്നവന്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അവനെ ചവിട്ടി വീഴ്ത്തി. ശിവയും പുറകിലേക്ക് വേച്ചുപോയി. ആസി നിലത്ത് വീണ് കിടക്കുന്നവനെ തല്ലി ഇഞ്ച പരുവാക്കി. തല്ലി കൊള്ളാൻ ഇനി ത്രാണിയില്ലാത്തത് കൊണ്ട് അവൻ ഓടി രക്ഷപ്പെട്ടു. ആസി മേഘയെ കെട്ടിപ്പിടിച്ച് കരയുന്ന ശിവയുടെ അടുത്തേക്ക് നടന്നു. ആസി മുന്നിൽ വന്നു നിന്നതും ശിവ അവനെ ഇറുക്കെ പുണർന്നു. അവളുടെ ആ നീക്കത്തിൽ ആസിയെ പോലെ തന്നെ മേഘയും ഞെട്ടി. മെല്ലെ അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മുട്ടിട്ടു. ആസിയുടെ കൈ അവൻ പോലും അറിയാതെ അവളെയും പുണർന്നു. പെട്ടെന്നെന്തോ ബോധം വന്നതും ശിവ തന്നെ ആസിയെ വിട്ട് തല താഴ്ത്തി നിന്നു. അതുകണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു. സോറി, ശിവ തല താഴ്ത്തി നിന്നുകൊണ്ട് തന്നെ പറഞ്ഞു. ആസി അതിനൊന്ന് മൂളി. ആരാ അവൻ? ആസി മേഘയോട് ചോദിച്ചു. അത് സർ, അയാൾ ഒരു ക്രിമിനലാണ്. കുറേ നാളായി അയാൾ ഇവളോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നു. ഇന്ന് ഇവിടെ വെച്ച് കണ്ടപ്പോഴും അയാൾ പറഞ്ഞു. ഇവൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോഴാണ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. മേഘ പറഞ്ഞതും ആസിക്ക് ദേഷ്യം വന്നു. പിന്നെ ചുറ്റും കൂടി നിൽക്കുന്നവരെ ഒന്ന് നോക്കി. ഇനി എന്ത് കാണാൻ നിൽക്കുവാ നിങ്ങളെല്ലാം? ഇവിടെ ഇങ്ങനെയൊക്കെ നടന്നിട്ട് എല്ലാവരും നോക്കി നിൽക്കുമായിരുന്നില്ലേ? അവന്റെ സ്വഭാവം കൊണ്ട് ആരും ഒന്നും ചെയ്യാതിരുന്നത്. അതിലൊരാൾ പറഞ്ഞതും ആസി എല്ലാവരെയും ഒന്ന് ദേഷ്യത്തോടെ നോക്കി. അത് കണ്ടതും എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞുപോയി. ഇത് എൻ്റെ നമ്പറാണ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. ആസി ഒരു കാർഡ് മേഘയുടെ കയ്യിൽ കൊടുത്തു. ശിവയെ ഒന്ന് നോക്കി അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞ് അവർ തമ്മിൽ കണ്ടില്ല. ആസിയുടെ ഉള്ളിൽ മുഴുവൻ ശിവയായിരുന്നു. അവളുടെ കാര്യം ഓർക്കുമ്പോഴെല്ലാം അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ബ്രേക്ക് ആയപ്പോൾ ക്യാൻറ്റീനിൽ ഇരിക്കുമായിരുന്നു ശിവയും മേഘയും. ശിവ എന്തോ ഓർത്തിരിക്കുവാണ്. ഇടയ്ക്ക് ചിരിക്കുന്നുണ്ട്. മേഘ അതെല്ലാം നോക്കി താടിക്കും കൈ കൊടുത്തിരിക്കുക. എന്താ മോളെ, കുറച്ച് ദിവസമായി ഇത് തുടങ്ങിയിട്ട്? എന്താ കാര്യം? വെറുതെ ഇരിക്കുമ്പോഴുള്ള ചിരിയും ആലോചനയുമെല്ലാം. അത് മേഘ ആ സാറിനെ കുറിച്ച് ആലോചിക്കുക. ചിരിയോടെ ശിവ പറഞ്ഞു. സാറോ? ഏത് സാറ്? ആ ആസിഫ് സാർ. ഓ, ആ സാറ്. അല്ല, എന്താ മോളെ, പ്രേമാണോ? ആണ് എന്ന് തോന്നടി, നാണത്തോടെ ശിവ പറഞ്ഞു. വാട്ട്? മേഘ അലറി. നീ എന്താ പറഞ്ഞേ? അവളുടെ അലറൽ കേട്ട് അപ്പുറത്തിരുന്നവരെല്ലാം ഇവരെ നോക്കുന്നുണ്ട്. അത് കണ്ടപ്പോഴാണ് അലറൽ കുറച്ച് വോളിയം കൂടിയെന്ന് മേഘ അവരോട് സോറി പറഞ്ഞ് ശിവയുടെ നേരെ തിരിഞ്ഞു. സത്യാണോ നീ പറഞ്ഞത്? അതെടി, സത്യാണ്. അന്ന് മാളിൽ വെച്ച് അത്ര ആളുകൾ ഉണ്ടായിട്ട് മറ്റേ ഞെരുമ്പിനെ തടയാൻ ആരെങ്കിലും വന്നോ? അന്ന് സാറ് വന്നില്ലായിരുന്നുവെങ്കിൽ എൻ്റെ അവസ്ഥ ഓർക്കാൻ പോലും വയ്യ. ഞാൻ അന്ന് സാറിനെ കെട്ടിപ്പിടിച്ചത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അപ്പോഴും വല്ലാത്തൊരു ഫീലായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല അതെന്തുകൊണ്ടാണെന്ന് എന്ന് കുറേ ആലോചിച്ചു. അവസാനം എനിക്ക് അതിനുള്ള ഉത്തരം കിട്ടി. ഞാൻ സാറിനെ പ്രണയിക്കുന്നു. ഞാനന്ന് സാറിനെ കിസ്സടിക്കുന്ന സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞില്ലേ, അത് സത്യമായിരുന്നു. അന്ന് ആളുടെ മുഖം ശരിക്ക് കണ്ടതാ. അന്ന് ഞാൻ ആളെക്കുറിച്ച് ആലോചിച്ച് ഉറങ്ങിയത് പോലുമില്ല. പിന്നെ ഇവിടെ ആളെ കണ്ടപ്പോൾ ശരിക്കും ഷോക്കായടി. അതാ അന്ന് അയാളെ പുച്ഛിച്ച് വിട്ടേ. ഇപ്പോൾ എനിക്ക് ആളെക്കുറിച്ച് ഓർക്കാനേ സമയമുള്ളൂ. ശിവ പറഞ്ഞു നിർത്തി. മേഘ അവളെ അത്ഭുതത്തോടെ നോക്കിയിരുന്നു. സംഭവമൊക്കെ ശരി, സാറിന് നിന്നെ ഇഷ്ടമാവണ്ടേ? ഇനി സാറിന് വേറെ അഫെയർ എന്തെങ്കിലും ഉണ്ടെങ്കിലോ? മേഘ സംശയത്തോടെ ചോദിച്ചു. അത് കേട്ടതും ശിവയുടെ മുഖത്ത് വിഷമം നിറഞ്ഞു. ഉണ്ടെങ്കിൽ ഞാനെല്ലാം മറക്കാം മേഘ. പക്ഷേ എനിക്കത് സാറിനോട് പറയണം, അല്ലാതെ ഒരു സമാധാനവും ഉണ്ടാവില്ല. ശിവ മങ്ങിയൊരു ചിരിയോടെ പറഞ്ഞു. അന്ന് മാളിൽ വെച്ച് സാർ എനിക്ക് നമ്പർ തന്നിരുന്നു. ഞാൻ വിളിക്കാം. വിളിക്ക്. നാളെ മാളിലേക്ക് തന്നെ വരാൻ പറ്റുമെന്ന് ചോദിക്കുക. ശിവ പറഞ്ഞു. മേഘ അപ്പോൾ തന്നെ ഫോൺ നമ്പർ ഡയൽ ചെയ്ത് ആസിയെ വിളിച്ചു. കോൾ എടുത്തതും മേഘ കുറച്ച് മാറി നിന്ന് സംസാരിച്ചു. ഫോൺ വെച്ച് മേഘ ശിവയുടെ അടുത്തേക്ക് വന്നു. എന്തു പറഞ്ഞു? വരാമെന്ന് പറഞ്ഞു. എന്താ എന്ന് കാര്യം ചോദിച്ചു. ഞാൻ വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞു വെച്ചു. മേഘ പറഞ്ഞു. ശിവ ഒന്ന് മൂളിയതേ ഉള്ളൂ. പിറ്റേ ദിവസം രാവിലെ തന്നെ കുളിച്ച് സുന്ദരക്കുട്ടപ്പനായി മാളിലേക്ക് ചെന്നു. കോഫി ഷോപ്പിലേക്ക് വരാനാണ് പറഞ്ഞത്. അതുകൊണ്ട് അവൻ മാളിലെ കോഫി ഷോപ്പിലേക്ക് വിട്ടു.
ഒരു ടേബിളിൽ മാറിയിരിക്കുന്ന മേഘയെയും ശിവയെയും അവൻ കണ്ടു. അവൻ അവരുടെ അടുത്തേക്ക് ചെന്നു. എന്താ കാണണമെന്ന് പറഞ്ഞു? ആസി മേഘയെ നോക്കി ചോദിച്ചു. അത് ശിവയ്ക്കാണ് പറയാനുള്ളത്. ശിവ, നീ എല്ലാം പറ, ഞാൻ അപ്പുറത്തേക്ക് മാറിയിരിക്കാം. മേഘ അത് പറഞ്ഞ് അപ്പുറത്തേക്ക് മാറിയിരുന്നു. എന്താ? അത് നമുക്കൊരു കോഫി കുടിച്ചാലോ? ശിവ പെട്ടെന്ന് ചോദിച്ചു. ആസി ഒന്ന് മൂളി. ശിവ വിളിച്ച് കോഫി ഓർഡർ ചെയ്തു. കുറച്ച് നിമിഷങ്ങൾക്കകം കോഫി വന്നു. എന്താ പറയാനുള്ളത്? അത് സർ, എനിക്ക് സാറിനെ ഇഷ്ടമാണ്. ശിവ ഒട്ടും പതരാതെ പറഞ്ഞു. ആസി അത് കേട്ട് കണ്ണുമിഴിച്ച് അവളെ നോക്കി. എന്താ താൻ പറഞ്ഞേ? എനിക്ക് സാറിനെ ഇഷ്ടമാണെന്ന്. സാറ് തിരിച്ച് ഇഷ്ടപ്പെടണമെന്നൊന്നും വാശി പിടിക്കില്ല, പുറകെ നടന്ന് ശല്യം ചെയ്യുകയുമില്ല. ഇത് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാ പറഞ്ഞത്. ലവ് യു. ശിവ അവൻ്റെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു നിർത്തി. അവനും അവളെ കണ്ണിമ വിട്ടാതെ നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ശിവ എഴുന്നേറ്റു. ഞാൻ പോകുക സർ, ബൈ. പിന്നെ കോഫി ബില്ല് ഞാൻ കൊടുത്തോളാം. ശിവ മേഘയുടെ അടുത്തേക്ക് നടക്കാൻ ഒരുങ്ങിയതും ആസി അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. ആ പോകല്ലേ, ഇതിന് മറുപടി വേണ്ടേ? ആസി കുറച്ച് ഗൗരവത്തോടെ ചോദിച്ചു. ശിവ ഒന്ന് മൂളി. ഇയാളുടെ ധൈര്യം, അത് സമ്മതിച്ചു തന്നു ഞാൻ. എനിക്കിഷ്ടമായി ഈ ധൈര്യം, എനിക്കും തന്നെ ഇഷ്ടമാണ്. പക്ഷേ പറയാനൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. അന്ന് കോളേജിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ ഒരു സ്പാർക്ക് അടിച്ചതാണ്. അന്ന് മാളിൽ വെച്ച് നീ കെട്ടിപ്പിടിച്ചില്ലേ, അന്നുണ്ടല്ലോ എന്തോ വല്ലാത്തൊരു ഫീലായിരുന്നു. ഇപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് എനിക്ക് നീ ഇത് പറഞ്ഞപ്പോൾ. ലവ് യു അലോട്ട്, ആസി പറഞ്ഞു. ശിവ കേട്ടത് വിശ്വാസം വരാതെ കണ്ണു നിറച്ച് അവനെ നോക്കി. പിന്നെ സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു. തിരിച്ച് ആസിയും ഇറുക്കെ പുണർന്നു. ഓ എൻ്റെ ചേച്ചി, ഇത്രയ്ക്ക് ധൈര്യശാലി ആയിരുന്നു അല്ലേ? എന്ത് കൂളായിട്ടാണ് ഇഷ്ടം പറഞ്ഞേ. ആസിക്കത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കാര്യമൊന്ന് ഓർത്തു. ഈ ആതുക്കയോട് ഇഷ്ടം പറയാൻ ഞാൻ പെട്ട പാട്, ഓർക്കാൻ വയ്യ. രുദ്രയാണ്. അത് കേട്ട് മാലിക് അവളെ നോക്കി. അവൾ അവനെ കൂർപ്പിച്ച് നോക്കിയതും മാലിക് ചുണ്ട് കൂർപ്പിച്ച് ഉമ്മ എന്ന് കാണിച്ചു. അത് കണ്ട് കണ്ണു മിഴിച്ച് അവൾ അവനിൽ നിന്ന് മുഖം തിരിച്ചിരുന്നു. ഇക്ക ലാഗ് അടുപ്പിക്കാതെ ബാക്കി കൂടെ പറ. പിന്നെന്താ, അങ്ങോട്ടും ഞങ്ങളുടെ പ്രണയനാളുകളായിരുന്നു. ഇവൾ ഡിഗ്രി കഴിഞ്ഞ് വീട്ടിൽ പോയപ്പോൾ ഇവളെ കാണാൻ കൂടി പറ്റിയില്ല. ആകെയുള്ളതൊരു ഫോണാണ്, വിളിക്കാനൊന്നും പറ്റില്ല. ഇവളുടെ അച്ഛൻ വഴക്ക് പറയും പോലും. അങ്ങനെ ഒരു ദിവസം ഇവളുടെ നാട്ടിലേക്ക് പോയി. ശിവ കൂട്ടുകാരിയെ കാണാനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി. ഞങ്ങൾ കുറെ കറങ്ങി അവിടെ മൊത്തം. പക്ഷേ എവിടെയോ വെച്ച് ഇവളുടെ അച്ഛൻ ഞങ്ങളെ കണ്ടു. അന്ന് ശിവയ്ക്ക് ആളുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടി. അതോടെ അയാൾ ഇവൾക്ക് കല്യാണം നോക്കി തുടങ്ങി. അന്ന് രാത്രി ഞാൻ ഇവളുടെ വീട്ടിൽ മതിൽ ചാടി. എൻ്റെ പെണ്ണിനെയും അടിച്ചോണ്ടിങ്ങ് പോന്നു. ഇപ്പൊ കല്യാണം കഴിഞ്ഞു 3 വർഷമാകുന്നു. ആസി കഥയ്ക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് പറഞ്ഞു നിർത്തി. ഇതാണ് ഞങ്ങളുടെ ലവ് സ്റ്റോറി, പോരെ? ഇനി എല്ലാവരും എഴുന്നേറ്റ് പൊക്കോ. ശിവ, നീ കഴിക്കാനെല്ലാം എടുത്തു വെക്ക്, ആസി പറഞ്ഞു. ഫോൺ ബെൽ ചെയ്യുന്നത് കേട്ട് ദേവൻ ഫോൺ എടുത്തു നോക്കി. പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്നായിരുന്നു. അയാൾ സംശയത്തോടെ കോൾ എടുത്തു. ഹലോ, ആരാ? മാമ, ഇത് ഞാനാണ്, കല്യാൺ. മോനെ, നീയോ? നീ എവിടെയായിരുന്നടാ? ഞങ്ങൾ നിന്നെ കാണാതെ എന്തോരം വിഷമിച്ചു എന്നറിയോ? എല്ലാം എനിക്കറിയാം മാമ. ഇപ്പോൾ ഞാൻ വിളിച്ച കാര്യം മാമനല്ലാതെ വേറൊരാളും അറിയണ്ട. എന്താ മോനെ പറ്റിയത്? അത് മാമ, ഞാൻ പറയാമെല്ലാം. കല്യാൺ ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും വള്ളിപുള്ളി തെറ്റാതെ അയാളോട് പറഞ്ഞു. തസ്നിയുടെയും കാഞ്ചുവിൻ്റെയും രുദ്രയുടെയും മാലിക്കിൻ്റെയും കാര്യങ്ങൾ അയാൾ തന്നോട് ഒപ്പം നിൽക്കുമെന്ന് കിച്ചുവിനോട് ഉറപ്പ് നൽകിയിരുന്നു. ഓ, ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം എൻ്റെ മോള് ജീവനോടെ ഉണ്ട്. നീ കെട്ടിയ കാഞ്ചന ആ മാലിക്കിൻ്റെ പെങ്ങളാണല്ലേ? ഞാൻ ഇതിലെന്താ ചെയ്യേണ്ടത്? അത് ആ മാലിക്കിനെ ഇല്ലാതാക്കണം. അതിന് ഞങ്ങൾക്ക് മാമൻ്റെയും സഹായം വേണം. ഞാൻ ഒപ്പം നിൽക്കാം. എന്തിനും ഞാൻ ഈ ഭൂമിയിൽ ഇപ്പോൾ വെറുക്കുന്ന 2 പേര് മാത്രമേ ഉള്ളൂ. അതെൻ്റെ മക്കളാണ്. എന്നെ ധിക്കരിച്ച 2 പേർക്കും ഒരു ജീവിതം വേണ്ട, വേരോടെ പിഴുതെറിയണമെല്ലാം, ദേവൻ പകയോടെ പറഞ്ഞു. കല്യാണിയും കിച്ചുവും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. എന്നാൽ ഓക്കെ മാമ, ഞങ്ങൾ വെക്കുവാ ഫോണ്. കിച്ചു അത് പറഞ്ഞ് ഫോണ് വെച്ചു. എന്ത് പ്ലാൻ ചെയ്യുന്നേ? കിച്ചു, ആദ്യം നമുക്ക് രുദ്രയിൽ നിന്ന് തുടങ്ങണം. അവന് രുദ്രയെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ അവൻ നിന്നെ കൊല്ലാതെ ഇത്രയും നാൾ നിർത്തിയത്. അപ്പം നമുക്ക് അവളെ ഇങ്ങോട്ട് പോക്കാം. കഴിഞ്ഞ തവണത്തെ പോലെ ആവരുത്. അവളെ കൊന്ന് അവൻ്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കണം അവളെ, കല്യാണി ദേഷ്യത്തോടെ പറഞ്ഞു. അതൊക്കെ ശരിയാണ്, പക്ഷേ അവളെ വീട്ടിൽ നിന്ന് പൊക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ആ മാലിക്കിൻ്റെ കയ്യിൽപ്പെട്ട നമ്മളില്ല. അതുകൊണ്ട് അവൾ പുറത്തു പോകുന്ന തക്കം നോക്കി വേണം അവളെ പൊക്കാൻ. അവളിൽ നിന്ന് തുടങ്ങിയാൽ അവരെ ഓരോരുത്തരെയും നമുക്ക് തകർക്കാൻ കഴിയും, കിച്ചു പറഞ്ഞു.
അതെ, അപ്പോൾ നമുക്ക് മാലിക്കിന്റെ വീടിന്റെ അടുത്ത് കുറച്ച് ആളുകളെ നിർത്തിയാലോ, ആ രുദ്രയെ നിരീക്ഷിക്കാൻ? മണ്ടത്തിന് വിളിച്ച് പറയല്ലേ കല്യാണി, അവിടെ ഒരു പോലീസ് ഉള്ളതാണ്. അവന് വല്ല സംശയം തോന്നിയ എല്ലാം തീർന്നു. നീ ഉണ്ടല്ലോ, മറ്റേ അവരുടെ അച്ഛനെ കൂടെ ഒന്ന് വിളിക്ക്. അയാളുടെ വല്ല സഹായവും കിട്ടിയാലോ? കല്യാൺ പറഞ്ഞു നിർത്തി. അത് ഞാനിനി അയാളെ സഹായത്തിന് വിളിക്കില്ല എന്ന് പറഞ്ഞതാണ്. കല്യാണി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഫോൺ റിംഗ് ചെയ്തു. ലത്തീഫായിരുന്നു അത്. കല്യാണി വേഗം തന്നെ ഫോൺ എടുത്തു. ഹലോ. കല്യാണി അറിഞ്ഞു കാണുമല്ലോ, അവൾ തിരിച്ചു വന്നു. അവൾ എല്ലാ കാര്യവും മാലിക്കിനോട് പറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഞാനടക്കം ഒന്നിനെയും അവൻ വെറുതെ വിടില്ല, അയാൾ പേടിയോടെ പറഞ്ഞു. അതിന് നിങ്ങൾ പേടിക്കേണ്ട, അവരെ തകർക്കാനുള്ള കരുക്കൾ ഞാൻ നീക്കി തുടങ്ങുക. നിങ്ങൾക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നറിയിക്കാൻ കഴിയുമോ? കഴിയും. സുറുമിയുടെ ഒരു കൂട്ടുകാരി അവരുടെ വീടിൻ്റെ അടുത്തുണ്ട്. അവിടെ എന്ത് നടന്നാലും അവർ സുറുമിയെ അറിയിക്കും, സുറുമി എന്നെയും. നിങ്ങളുടെ ഒപ്പം എന്തിനും ഞാനുണ്ടാകും, ലത്തീഫ് അവനോടായി പറഞ്ഞു നിർത്തി. ഓക്കെ. പിറ്റേ ദിവസം ശിവ പറഞ്ഞതനുസരിച്ച് ആസിയും ശിവയും രാവിലെ തന്നെ ഏതോ ജ്യോത്സ്യനെ കാണാൻ പോയിരിക്കുവാണ്. അസു സ്കൂളിലേക്കും കാഞ്ചു ഏതോ ഒരു കൂട്ടുകാരിയെ കാണാനായി പുറത്തേക്ക് പോയി. വീട്ടിൽ മാലിക്കും രുദ്രയും മാത്രം. രുദ്ര റൂമിലിരുന്ന് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മാലിക് ഉള്ളിലേക്ക് കയറി വന്നത്. മാലിക്ക് മെല്ലെ വന്ന് ബെഡിലായി കയറിയിരുന്നു. പെട്ടെന്ന് മാലിക്കിനെ അവിടെ കണ്ടപ്പോൾ രുദ്ര ഒന്ന് ഞെട്ടി. പിന്നെ ചുറ്റും കണ്ണോടിച്ചു. എന്താ അതുക്ക? ഞെട്ടിക്കൊണ്ട് രുദ്ര ചോദിച്ചു. ഹേയ്, ഇവിടെ ഇപ്പോ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. സോ നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. മാലിക് രുദ്രയോട് പറഞ്ഞു. ആ കണ്ടില്ലേ, ഇനി വേഗം പൊക്കോ. ഷേ, അങ്ങനെ പോകുന്നില്ലേ, ഒരു ഉമ്മ തന്നാൽ പോകാം. മാലിക് കള്ളച്ചിരിയോടെ പറഞ്ഞ് രുദ്ര അവനെ നോക്കി കണ്ണുരുട്ടി. ദേ ആതുക്ക, വേഗം ഇവിടെ നിന്ന് പൊക്കോ, ആസിക്കൊക്കെ വന്നാലുണ്ടല്ലോ. അല്ലെങ്കിൽ വേണ്ട, ഞാനിവിടെ നിന്ന് പോയാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് രുദ്ര ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയതും മാലിക് രുദ്രയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. രുദ്ര നേരെ ചെന്ന് അവന്റെ മുകളിലേക്ക് വീണു. മാലിക് രുദ്രയുടെ അരയിലൂടെ കൈ ചുറ്റി അവളെ വരിഞ്ഞു മുറുക്കി. പെട്ടെന്നാണ് പുറത്ത് വണ്ടിയുടെ ശബ്ദം കേട്ടത്. മാലിക് വേഗം രുദ്രയെ വിട്ട് എഴുന്നേറ്റ് പുറത്തേക്ക് ഓടി. അത് കണ്ട് രുദ്ര അവിടെ കിടന്ന് ചിരിച്ചു. പിന്നെ താഴേക്ക് ഇറങ്ങി ചെന്നു. മാലിക് വേഗം ചെന്ന് വാതിൽ തുറന്നു. ആസിയും ശിവയുമായിരുന്നു അത്. പോയ കാര്യം എന്തായി? മാലിക് അവരോടായി ചോദിച്ചു. എല്ലാം സെറ്റായി. ഈ മാസം 23-ന്, ഇനി വെറും 10 ദിവസം. അധികം ആളുകളൊന്നും വേണ്ട. കൊൽക്കത്തയിൽ നിന്ന് അന്ന് രുദ്രയെ ഇവിടേക്ക് എത്തിക്കാൻ നിങ്ങളെ സഹായിച്ച ആ ബാബയും, പിന്നെ കൊൽക്കത്തയിൽ വെച്ച് രുദ്രയെ കിട്ടിയ പുതിയ ഫാമിലി ആളുകളും, പിന്നെ നമ്മുടെ ഇവിടുത്തെ അയൽക്കാരും അത്രമാത്രം മതി. ഇപ്പോൾ തന്നെ എല്ലാവരെയും വിളിച്ചു തുടങ്ങാം. ആസി പറഞ്ഞതും മാലിക് സന്തോഷത്തോടെ ഓടി വന്ന് ആസിയെ കെട്ടിപ്പിടിച്ചു. പൊളിച്ചു ഏട്ടാ, എനിക്ക് സന്തോഷമായി, മാലിക് ആസിയോടെ പറഞ്ഞു. ആ അതെനിക്കറിയാം, നിനക്ക് സന്തോഷമാവുമെന്ന്. ആസി അവനെ കളിയാക്കി. അപ്പോഴേക്കും രുദ്രയും താഴേക്ക് വന്നു. ശിവരുദ്രയോട് കാര്യം പറഞ്ഞു. അവൾ നാണത്തോടെ മാലിക്കിനെ നോക്കി. അവൻ ഒറ്റ കണ്ണിറുക്കി കാണിച്ചു. പിറ്റേ ദിവസം ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടാണ് കല്യാണി ഉണർന്നത്. അവൾ ഫോൺ എടുത്ത് നോക്കി. ലത്തീഫാണ്. അവൾ വേഗം ഫോൺ എടുത്ത് ചെവിയിലായി വെച്ചു. ഹലോ കല്യാണി, 23-ന് മാലിക്കിന്റെയും രുദ്രയുടെയും കല്യാണമാണ്. ഇതുവരെ അവർ വിവാഹം കഴിച്ചിരുന്നില്ല. സുറുമിയുടെ ഫ്രണ്ട് എന്ന് വിളിച്ചു പറഞ്ഞതാണ്. കല്യാണം നടക്കട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ പണി തുടങ്ങാം, കല്യാണി പറഞ്ഞു. അയാൾ അതിനൊന്ന് മൂളിയത് മാത്രമേ ഉള്ളൂ. ഇന്നാണ് കല്യാണം. അധികം ആളുകളൊന്നുമില്ല. കൊൽക്കത്തയിൽ നിന്ന് ബാബയും ഹരിയുടെ ഫാമിലിയും മാത്രം വന്നിട്ടുണ്ട്. പിന്നെ ആസിയുടെ ഫ്രണ്ട്സ്, മാലിക്കിൻ്റെയും കുറച്ച് ഫ്രണ്ട്സുണ്ട്. പിന്നെ കുറച്ച് അയൽക്കാരും. ഹാളിൽ വെച്ചാണ് താലികെട്ട്. പക്ക ഹിന്ദു മാരേജ് പോലെയാണ് കല്യാണം നടക്കുന്നത് തന്നെ. പെണ്ണിനെ വിളിക്കാമെന്ന് തിരുമേനി പറഞ്ഞതും ആസി ശിവയോടും കാഞ്ചുവിനോടും പെണ്ണിനെ കൊണ്ടുവരാനായി പറഞ്ഞു. കാഞ്ചുവും ശിവയും കൂടെ രുദ്രയായി വന്നു. മാലിക് കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നു. സെറ്റ് സാരിയാണ് വേഷം. മുടിയിൽ നിറയെ മുല്ലപ്പൂ ചൂടിയിട്ടുണ്ട്. മിതമായ ആഭരണങ്ങൾ, എല്ലാം കൊണ്ടും പതിവിലും സുന്ദരിയായി തോന്നി അവളെ. രുദ്ര മണ്ഡപത്തിൽ കയറി എല്ലാവരെയും വണങ്ങി. തിരുമേനി പറഞ്ഞതനുസരിച്ച് മാലിക്കിന്റെ അടുത്ത് ചെന്നിരുന്നു. തിരുമേനി താലിയെടുത്ത് മാലിക്കിന്റെ കയ്യിലേക്ക് കൊടുത്തു. കെട്ടിക്കൊള്ളാൻ പറഞ്ഞു. മാലിക് ഒരു ചിരിയോടെ താലി കൈയിലെടുത്ത് രുദ്രയെ നോക്കി. രുദ്രയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു തുടുത്തു. നാദസ്വരം മുഴങ്ങിയതും മാലിക് താലി രുദ്രയുടെ കഴുത്തിൽ ചാർത്തി. രുദ്ര കണ്ണുകൾ മെല്ലെ അടച്ച് മാലിക് രുദ്രയുടെ പിൻകഴുത്തിലായി ഒരു ചുംബനം നൽകിയിരുന്നു. ആ നിമിഷം തിരുമേനി സിന്ദൂരമെടുത്ത് മാലിക്കിന്റെ കയ്യിൽ കൊടുത്തു. അതിൽ നിന്ന് കുറച്ച് സിന്ദൂരമെടുത്ത് അവൻ അവരുടെ സിന്ദൂരരേഖ ചുവപ്പിച്ചു. പിന്നീട് രണ്ടുപേരും പരസ്പരം പൂമാലകൾ കൈമാറി.
പെണ്ണിനെ കൈപിടിച്ച് ഏൽപ്പിച്ചത് മോഹനായിരുന്നു. പിന്നീടെല്ലാം വേഗത്തിൽ നടന്നു. വന്നവരെല്ലാം ഭക്ഷണം കഴിച്ചു മടങ്ങി. അവസാനം എല്ലാവരും കൂടെ വീട്ടിലേക്ക് മടങ്ങി.